മൈൻഡ്ലെസ് സ്ക്രോളിംഗ് എന്നത് ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പേരെ അഫക്ട് ചെയ്ത ഒരു വൈറസ് ആണ് എന്ന് തന്നെ പറയാം. ഈ ഒരു സംഭവം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കൂടിയാൽ പിന്നെ ഓടിച്ചു വിടാനായിട്ട് വലിയ പാടാണ്. പ്രത്യേകിച്ച് വലിയ അപകടകാരിയായി തോന്നിയില്ല എങ്കിലും ആൾ അത്യാവശ്യം ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് മൈൻഡ്ലെസ് സ്ക്രോളിംഗ് എന്ന ഒരാള് നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ എത്രയും പെട്ടെന്ന് തന്നെ ഓടിച്ചു വിടാനുള്ള വഴികൾ നോക്കേണ്ടതുണ്ട്. ഇതിനായിട്ട് ഞാൻ ഫോളോ ചെയ്ത ഒരു 5 ഹാബിറ്റ്സ് ഉണ്ട്. അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഈ 5 ഹാബിറ്റ്സും ഫോളോ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് മൈൻഡ്ലെസ് സ്ക്രോളിംഗ് കുറയ്ക്കാനായിട്ട് പറ്റും. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. 5 ഹാബിറ്റ്സ് ഐ ഫോളോ ടു റെഡ്യൂസ് മൈൻഡ്ലെസ് സ്ക്രോളിംഗ്. നമ്പർ 1, ക്ലീൻ യുവർ ഫോൺ. വൈറസ് അറ്റാക്കിൽ നിന്ന് സേഫ് ആയിട്ട് ഇരിക്കാൻ എപ്പോഴും കൈകൾ സോപ്പിട്ട് കഴുകുക, സാനിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്ന പോലെ ഫസ്റ്റ് നമ്മളുടെ ഫോൺ ഒന്ന് വൃത്തിയാക്കാം. വെള്ളവും സോപ്പും വെച്ചല്ല ഈ ക്ലീനിങ് പരിപാടി. നമ്മളുടെ ഫോണിൽ നമ്മൾ പല സമയത്തായി ഡൗൺലോഡ് ചെയ്ത് വെച്ച കുറേ ആപ്സ് ഉണ്ടാവും. ചിലതൊക്കെ പണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നപ്പോൾ ഡൗൺലോഡ് ചെയ്തതായിരിക്കാം. ബട്ട് ഇപ്പൊ തീരെ യൂസ് ചെയ്യുന്നില്ലായിരിക്കും. അത് എന്തായാലും ഡിലീറ്റ് ചെയ്തോളുക. പിന്നെ കുറച്ച് ആപ്സ് ഉണ്ടാവും ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ലാപ്ടോപ്പിൽ വെബ്സൈറ്റ് വഴി നോക്കിയാലും മതിയാവുന്നവ. അതും ഒന്നും ആലോചിക്കാതെ തന്നെ ഡിലീറ്റ് ചെയ്യാം. ചില ആപ്സ് എന്തായാലും നമുക്ക് വേണമെന്നുണ്ടാവും. അത് മാത്രം അവിടെ ഇരിക്കട്ടെ. ബട്ട് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാതെ വിട്ട ആപ്സ് എല്ലാം ഹോം പേജിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക. ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഈ മൈൻഡ്ലെസ് സ്ക്രോളിംഗ് തുടങ്ങുന്നത് സോഷ്യൽ മീഡിയ ആപ്സ് ലൈക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിലൂടെയൊക്കെ ആയിരിക്കും. എന്നിട്ട് അഡിക്റ്റ് ആയി അത് നോക്കിക്കഴിഞ്ഞാലും സ്ക്രോളിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാതെ മറ്റ് ആപ്സ് തുറന്ന് ഒന്നും തന്നെ നോക്കാനില്ല എങ്കിലും ജസ്റ്റ് തുറന്ന് 1-2 പ്രാവശ്യം സ്ക്രോൾ ചെയ്യും, ക്ലോസ് ചെയ്യും, സ്ക്രോൾ ചെയ്യും, ക്ലോസ് ചെയ്യും. ഇതിനായിട്ടാണ് നമ്മൾ ഈ ആപ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്യുന്നതും ഹോം പേജിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതുമല്ല. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിൽ പറയുന്ന ഒരു ലെസൺ ആണ് ഒഴിവാക്കണം എന്ന് വിചാരിക്കുന്ന ഹാബിറ്റ്സിനെ ഹാർഡാക്കി വെക്കുക. ആഡ് മോർ ഫ്രിക്ഷൻ. ഇത്രയും ചെയ്തതിനു ശേഷം നമുക്ക് സെക്കൻഡ് ഹാബിറ്റ് ഫോളോ ചെയ്യാം. നമ്പർ 2, സെഡേറ്റ് യുവർ ഫോൺ. ക്ലീനിങ് പ്രോസസ്സ് ചെയ്തതിനു ശേഷം നമുക്ക് നമ്മുടെ ഫോണിനെ ഒന്ന് സെഡേറ്റ് ചെയ്തേക്കാം. ട്രസ്റ്റ് മീ, മൈൻഡ്ലെസ് സ്ക്രോളിംഗ് ഒഴിവാക്കാൻ ഇത് മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു ഹാബിറ്റ് ആണ്. ഇതിനായിട്ട് ഫസ്റ്റ് എല്ലാ നോട്ടിഫിക്കേഷൻസും ഓഫ് ചെയ്യുക. എല്ലാ നോട്ടിഫിക്കേഷനൊന്നും എനിക്ക് ഓഫ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതും മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാം ഓഫ് ചെയ്യുക. മസ്റ്റായിട്ടും വാട്സാപ്പ് ഗ്രൂപ്പ്സ് എല്ലാം മ്യൂട്ട് ചെയ്യുക. ഞാൻ ഈ ഹാബിറ്റ് ഫോളോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ഫോൺ എന്നൊരു സംഭവം വീട്ടിലുണ്ടോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ്. ഫുൾ സൈലൻസ്. ജസ്റ്റ് കോൾസ് മാത്രം വരും. ബാക്കി എന്താണെങ്കിലും ഞാനായിട്ട് ആ ആപ്പ് എടുത്ത് നോക്കുമ്പോൾ മാത്രമാണ് കാണുന്നത്. അല്ലാതെ ചുമ്മാ ഓരോ ഗുഡ് മോർണിംഗ് മെസ്സേജസ്, ഫോർവേഡ് മെസ്സേജസ്, ലൈക്സ്, ഫോളോവേഴ്സ്, ലോൺ അപ്രൂവ് ആയി, ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കൂട്ടണോ എന്നൊക്കെ പറഞ്ഞ് ഡിങ് 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 എന്നുള്ള ബഹളം ഉണ്ടാവില്ല. അതുപോലെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഫോൺ എടുക്കുമ്പോൾ ഫ്രണ്ടിൽ തന്നെ ഇതൊക്കെ വന്നിട്ടുണ്ട്, അതെന്തായിരിക്കും എന്ന് ചെക്ക് ചെയ്തേക്കാം എന്നൊരു ഡിസ്ട്രാക്ഷനും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഫോണിനെ സെഡേറ്റ് ചെയ്ത് മയക്കി കിടത്തേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ബട്ട് അതുമാത്രം പോരാ, ഇനിയും നമുക്ക് കുറച്ചുകൂടി പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട്. നമ്പർ 3, ക്വാറന്റൈൻ യുവർ ഫോൺ. സെഡേറ്റ് ചെയ്ത് സൈലന്റ് ആക്കി മയക്കി കിടത്തിയാലും നമുക്ക് ആളെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്തു നോക്കിയില്ലെങ്കിൽ സമാധാനം ആവില്ല. അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആണ് നമ്മൾ. അതിന് നമ്മളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ഹ്യൂമൻ സൈക്കോളജി മനസ്സിലാക്കി നമ്മളെ എങ്ങനെയെങ്കിലും പിടിച്ചിരുത്തുന്ന രീതിയിലാണ് എല്ലാ ആപ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്റർടൈൻമെന്റ് എന്ന് കരുതി പാവം വിക്ടിംസ് ആകുന്നു. ഡിജിറ്റൽ മിനിമലിസം എന്ന ബുക്കിൽ ഇതിനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽഡ് ആയി തന്നെ പറയുന്നുണ്ട്. അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ. ഫോൺ സൈലന്റ് ആയിരുന്നാലും നമുക്ക് അത് എടുത്തു നോക്കാൻ എപ്പോഴും ടെംപ്ടേഷൻ ആയിരിക്കും. എസ്പെഷ്യലി നമ്മുടെ വർക്ക് പ്ലേസിലോ സ്റ്റഡി ഡെസ്കിലോ വെച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് തലോടിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. സോ നമ്മുടെ അടുത്ത് നിന്ന് മാറ്റി വേറെ ഒരു മുറിയിലിട്ട് അതിനെ ക്വാറന്റൈൻ ചെയ്തേക്കാം. ഞാൻ എൻ്റെ ഫോണ് ലിവിംഗ് റൂമിൽ ഡോറിന്റെ അടുത്തുള്ള ഷൂ റാക്കിന്റെ മുകളിലാണ് വെക്കുന്നത്. ഞാൻ അതിനെ ഒരു മൊബൈൽ ഫോൺ പോലെ കാണാറില്ല. നമ്മുടെ പഴയ ലാൻഡ് ലൈൻ പോലെയാണ് കരുതുന്നത്. എന്തെങ്കിലും ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ പോയി നിന്ന് നോക്കും. കഴിഞ്ഞാൽ അവിടെ തന്നെ വെക്കും. കയ്യിലെടുത്ത് നടക്കാറില്ല. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ വീട്ടിലുള്ളപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കണ്ടല്ലോ. ഇനി നെക്സ്റ്റ് ഹാബിറ്റിൽ പതുക്കെ നമുക്ക് അവനെ ഒന്ന് പുറത്തു കൊണ്ടുപോയേക്കാം. നമ്പർ 4, ഓൾവേസ് മേക്ക് യുവർ ഫോൺ വെയർ എ മാസ്ക് വെൻ യു ഗോ ഔട്ട്. ഇത് വലിയ സംഭവമൊന്നും അല്ല. സാധാരണ നമ്മൾ ഫോണ് കയ്യിൽ പിടിച്ചിട്ടാണ് പുറത്തു പോകുന്നത്, അല്ലെങ്കിൽ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടാവും. ഈ 2 സിറ്റുവേഷനിൽ 1 മിനിറ്റ് ഒന്നും ചെയ്യാനില്ലെങ്കിൽ വേഗം തന്നെ ഫോൺ എടുത്ത് സ്ക്രോളിംഗ് തുടങ്ങും. ബിക്കോസ് ഇറ്റ് ഈസ് ഈസിലി ആക്സസിബിൾ, റൈറ്റ്? പിന്നെ ഇപ്പോൾ ഷോർട്ട് ഫോം കണ്ടന്റ്സ് ഒരുപാട് കണ്ട് അറ്റൻഷൻ സ്പാൻ കുറഞ്ഞിട്ട്
കുറച്ചു സമയം പോലും നമുക്ക് ഒന്നും ചെയ്യാതെ ക്ഷമയോടെ ഇരിക്കാനായിട്ട് കഴിയില്ല. ട്രാവൽ ചെയ്യുമ്പോൾ, ഷോപ്പിങ്ങിന് പോകുമ്പോൾ, കുട്ടികളുടെ ക്ലാസ്സസിന് കൊണ്ടുപോകുമ്പോൾ, പാർക്കിൽ പോകുമ്പോൾ, വാക്കിങ്ങിന് പോകുമ്പോൾ എല്ലാം ജസ്റ്റ് ഇവനെ ഒന്ന് എടുത്ത് പ്രത്യേകിച്ച് എയിമൊന്നും ഇല്ലാതെ പല ആപ്സ് എടുത്ത് സ്ക്രോൾ ചെയ്യും. അത് പറഞ്ഞ് ഫോൺ ഇല്ലാതെ നമുക്ക് ഇപ്പോൾ പുറത്തു പോകാൻ പറ്റില്ല അല്ലേ? പണ്ടൊക്കെ പേഴ്സ് ഇല്ലാതെ എവിടെയും പോകാൻ പറ്റില്ല എന്ന് പറയും പോലെ ഇപ്പോൾ ക്യാഷ് ഇല്ലെങ്കിലും ഫോൺ ഇല്ലാതെ വി കനോട്ട് ഗോ ഔട്ട്, റൈറ്റ്? ബട്ട് അവനെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന പോലെ ഈസി ആയിട്ട് വെക്കാതിരിക്കുക. ഇതിനായിട്ട് ഞാൻ എപ്പോഴും ഫോണിനെ എൻ്റെ ബാഗിലാണ് ക്യാരി ചെയ്യുന്നത്. ആവശ്യമുള്ളപ്പോൾ മാത്രം എടുക്കും. ഇറ്റ് റിയലി ഹെൽപ്സ്. ഇനി ലാസ്റ്റ് ഹാബിറ്റ്, നമ്പർ 5, മേക്ക് ഇറ്റ് ബോറിംഗ്. ഈ പറഞ്ഞ 4 ഹാബിറ്റ്സ് ഫോളോ ചെയ്തിട്ടും ഈ ലവേഴ്സ് ഒക്കെ പറയും പോലെ ഇവനില്ലാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിയാലും ഡോണ്ട് ഗെറ്റ് പാനിക്. ദാറ്റ്സ് നോർമൽ. ബിക്കോസ് അതാണ് ഈ ആപ്പ് ഡിസൈനേഴ്സിന്റെ മോട്ടീവ്. ഹ്യൂമൻ സൈക്കോളജി നന്നായി പഠിച്ച് നമ്മളെ ഹുക്ക് ചെയ്യുന്നതാണ് അവരുടെ മെയിൻ സ്ട്രാറ്റജി. പോട്ടെ, സാരമില്ല, നമുക്കൊരു വഴി കണ്ടെത്താം. അവർ അതിനെ അട്രാക്റ്റീവ് ആക്കുമ്പോൾ നമ്മൾ അതിനെ ബോറിംഗ് ആക്കാം. ഇത് പറയുന്ന പോലെ അത്ര സിമ്പിൾ അല്ല, കുറച്ച് പണിയുണ്ട്. അവരുടെ ആയുധം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. നമുക്ക് അതിലെ ഇൻസ്റ്റന്റിനെ പതുക്കെ മാറ്റി ഗ്രാറ്റിഫിക്കേഷൻ കിട്ടാൻ മറ്റേതെങ്കിലും ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആകാം. ഇതിന് ഞാൻ ചൂസ് ചെയ്ത ആക്ടിവിറ്റിയാണ് ബുക്ക് റീഡിംഗ്. ആദ്യമൊക്കെ പാടായിരുന്നെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തപ്പോഴെല്ലാം സെറ്റായി. ഇപ്പോൾ എപ്പോഴെങ്കിലും ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്താലും വേഗം തന്നെ ബോർ അടിക്കും. ബിക്കോസ് അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയ ബുക്സ് വായിക്കാൻ എന്റെ മനസ്സ് ടെംപ്റ്റ് ആവും. ബുക്ക് റീഡിംഗ് തന്നെ വേണമെന്നില്ല, മൈൻഡ്ഫുൾ ആയി വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലൂടെയോ ഹോബീസിലൂടെയോ ഒക്കെ ഗ്രാറ്റിഫിക്കേഷൻ കണ്ടെത്തുക. അപ്പോൾ എന്തിനു വേണ്ടിയാണ് എന്നറിയാതെ ഇരുന്ന് സ്ക്രോൾ ചെയ്യുന്നതൊക്കെ ബോറിംഗ് ആയി തോന്നാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യുന്ന 5 ഹാബിറ്റ്സ്. എനിക്കിത് വളരെ യൂസ്ഫുൾ ആണ്. ഹോപ്പ് നിങ്ങൾക്കും ഇത് ഫോളോ ചെയ്ത് മൈൻഡ്ലെസ് സ്ക്രോളിംഗ് കുറയ്ക്കാൻ പറ്റട്ടെ. ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.